പാർട്ടിക്ക് പോവാണ്. എങ്ങനെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഫേസ് ഒന്ന് ഗ്ലോ ചെയ്യാം? മറ്റൊന്നും വേണ്ട, കുറച്ച് ചെറുതേനും അതുപോലെ തന്നെ കടലമാവും രണ്ടും കൂടെ മിക്സ് ചെയ്യുക. ഒരു 5 മിനിറ്റ് മുഖത്ത് അപ്ലൈ ചെയ്ത് നല്ലൊരു പാക്കാണ്. നമ്മുടെ മുഖം നല്ല തിളങ്ങുന്നതായിരിക്കും പാർട്ടിയിൽ. കാരണം നമുക്ക് ഇന്നത്തെ ബ്യൂട്ടി ടിപ്സ്. ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ആൻറ്റി ഏജിങ് ഫേഷ്യലാണ്. സാധാരണയായി ലേഡീസിന് 30 വയസ്സ് കഴിയുമ്പോൾ ഒരു ഏജിങ് സൈൻസ് മുഖത്ത് വരാറുണ്ട്. അതായത് ചെറിയ റിങ്കിൾസ്, പിന്നെ ചെറിയ അടയാളങ്ങൾ, മാർക്സ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ അത് മാറ്റാനുള്ളൊരു ഫേഷ്യലാണ് ഇത്. എസെൻഷ്യൽ ഓയിൽസും പ്രിംറോസ് എക്സ്ട്രാക്റ്റ് ഇതെല്ലാം ചേർത്ത് ഉണ്ടാക്കിയ ഒരു കെമിക്കലൊന്നും ഇല്ലാത്ത ഒരു ക്രീംസാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഫേഷ്യലാണ്. അപ്പം 30 വയസ്സ് കഴിഞ്ഞാൽ ഫേഷ്യൽ ചെയ്ത് തുടങ്ങാവുന്നതാണ്. മിക്കവാറും ഫെയർ സ്കിന്നിലാണ് ഇത് എടുത്ത് കാണിക്കുന്നത്. എല്ലാ സ്കിന്നിലും വരുന്നുണ്ടെങ്കിലും ഡ്രൈ സ്കിൻ, മെച്യൂർ സ്കിൻ ഇങ്ങനെ കൂടുതലായിട്ട് ആ റിങ്കിൾസ് എടുത്ത് കാണിക്കാറുണ്ട്. ഫെയർ സ്കിന്നിലും ആ റിങ്കിൾ ലൈൻസ് നന്നായിട്ട് കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ഫെയർ സ്കിന്നിന് എങ്ങനെയാണ് ആ റിങ്കിൾസ് മാറുന്നതെന്ന് നോക്കാം. ആ ഫേഷ്യൽസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് മാസത്തിൽ 1 or 2, അതായത് 15 ഡേയ്സ് അല്ലെങ്കിൽ 20 ഡേയ്സ് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും സെക്കൻഡ് സിറ്റിംഗ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരു 6 സിറ്റിംഗ് ഒക്കെ ആകുമ്പോഴത്തേക്കും എത്ര തിക്നെസ് ആയിട്ടുള്ള റിങ്കിൾസ് ആയാലും നല്ലൊരു ചേഞ്ച് കാണാം. പിന്നെ ഒരു ഹോം കെയറും കൂടെ ചെയ്തുകൊണ്ടിരിക്കണം. നല്ല ചേഞ്ച് കാണാം. നമുക്ക് എങ്ങനെയാണ് ആൻറ്റി ഏജിങ് ഫേഷ്യൽ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ക്ലയൻറ്റിനെ ഫേഷ്യലിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. എല്ലാ ഫേഷ്യലും ചെയ്യുന്നത് പോലെ ആദ്യം ക്ലെൻസിങ്. ഡീപ്പ് ക്ലെൻസിങ് വേണം. നന്നായിട്ട് മസാജ് ചെയ്ത് 4 to 5 മിനിറ്റ്സ് മസാജ് ചെയ്ത് ക്ലെൻസ് ചെയ്യുക. ഓയിലി ഇഫക്റ്റ് ഉള്ളതുകൊണ്ട് റിങ്കിൾസിന് നല്ല മാറ്റം വരും. നെക്കും അതുപോലെ തന്നെ പെട്ടെന്ന് ഏജിങ് സൈൻ തോന്നുന്ന ഒരു ഭാഗമാണ് നെക്കും അതുപോലെ നന്നായിട്ട് മസാജ് ചെയ്യാം. അതിനുശേഷം തുടയ്ക്കും. അടുത്ത ഡെഡ് സ്കിൻസ് റിമൂവ് ചെയ്യാൻ വേണ്ടി എക്സ്ഫോലിയേറ്റിംഗ് സ്ക്രബ് യൂസ് ചെയ്യും. ഇതിൽ ചെറിയ ഗ്രാനുൾസ് ഉണ്ട്. അത് കംപ്ലീറ്റ് അബ്സോർവ് ആവുന്നവരെ മസാജ് ചെയ്യുക. റോസ് എക്സ്ട്രാക്റ്റ് ആണ്. പ്രിംറോസും റോസ്മെറിയും എക്സ്ട്രാക്റ്റ് എല്ലാം ചേരുന്നതുകൊണ്ട് നല്ലൊരു സൂത്തിങ് ഇഫക്റ്റ് ആയിരിക്കും. തുടച്ചു മാറ്റുക. അതിനുശേഷം ടോൺ ചെയ്യുക. സ്കിൻ സ്ക്രബിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒന്ന് ടോൺ ചെയ്യുന്നത് നന്നായിരിക്കും. സ്കിൻ ടെക്സ്ചർ നന്നാവുന്നതിന് ഒന്ന് ടോൺ ചെയ്യണം. ചെറിയൊരു ഇച്ചിങ് എന്തെങ്കിലും ഫേഷ്യലിന് മുമ്പായിട്ട് സ്ക്രബ് ചെയ്യുമ്പോൾ തോന്നുകയാണെങ്കിൽ ടോൺ ചെയ്യുമ്പോൾ നല്ല മാറ്റം വരും. സ്കിൻ നല്ല ടെക്സ്ചർ നന്നായിട്ട് വരാനാണ് ടോൺ ചെയ്യുന്നത്. അടുത്തത് സിറം യൂസ് ചെയ്യുക. അൾട്രാസോണിക് മെഷീനോ ഗാൽവാനിക് റോഡോ വെച്ച് സ്കിന്നിൽ ഡീപ്പായിട്ട് പെനട്രേറ്റ് ചെയ്യുന്ന രീതിയിൽ അപ്ലൈ ചെയ്യുക. ശേഷം അൾട്രാസോണിക് മെഷീനിൽ ടൈമർ വെച്ച് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നന്നായിട്ട് ഡീപ്പായിട്ട് പെനട്രേറ്റ് ചെയ്യാനാണ് സ്കിന്നിലേക്ക്. ഗാൽവാനിക് മെഷീനും യൂസ് ചെയ്യാം. പക്ഷേ ഗാൽവാനിക് മെഷീനേക്കാൾ അൾട്രാസോണിക് മെഷീനാണ് കൂടുതൽ റിസൾട്ട്. കുറച്ചുകൂടെ ഡീപ്പായിട്ട് പെനട്രേറ്റ് ചെയ്ത് പോകാൻ അൾട്രാസോണിക് മെഷീനാണ് യൂസ് ചെയ്യേണ്ടത്. അൾട്രാസോണിക് മെഷീൻ നമ്മൾ വെറുതെ കൈകൊണ്ട് അപ്ലൈ ചെയ്താൽ ജസ്റ്റ് ഒരു നെക്സ്റ്റ് ലെയർ വരെ ചെറുതായിട്ടൊന്ന് പോവുള്ളൂ. പക്ഷേ അൾട്രാസോണിക് മെഷീൻ വെച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 5th ലെയർ വരെ കംപ്ലീറ്റ് ആഴ്ന്നിറങ്ങി ചെന്ന് സ്കിന്നിന് നല്ലൊരു റിസൾട്ട് കിട്ടുന്നുണ്ട്. ഇത് 4 to 5 മിനിറ്റ്സ് കൊടുക്കുക.
കണ്ണിൻ്റെ ഏരിയയിൽ ഇതിൻ്റെ വേറൊരു സെക്ഷനാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് ക്രീം എടുത്ത് ഒരു 15 മിനിറ്റ്സ് മസാജ് ചെയ്യുക. റിങ്കിൾസ് ഒക്കെ മാറുന്ന രീതിയിൽ നല്ല ലിംഫാറ്റിക് മസാജ് വേണം കൊടുക്കേണ്ടത്. ഡേർട്സ് എല്ലാം മാറുന്ന രീതിയിൽ നല്ലൊരു മസാജ് കൊടുക്കണം. 15 മിനിറ്റ് മസാജ് ചെയ്യണം. ഒരു 30 വയസ്സൊക്കെ ആണെങ്കിൽ 15 മിനിറ്റ്, 40+50 ഒക്കെ ആണെങ്കിൽ 5 മിനിറ്റും കൂടെ മസാജ് കൊടുക്കാം. ഒരു 20 മിനിറ്റൊക്കെ മസാജ് ചെയ്യാം. ഏജ് കൂടുന്നതനുസരിച്ച് മസാജിൻ്റെ ടൈം ഇച്ചിരി കുറച്ചുകൂടെ കൂട്ടാൻ പറ്റും. ഫൈനൽ മാസ്ക് അപ്ലൈ ചെയ്യുക. നല്ലൊരു ടൈറ്റനിങ് ഇഫക്റ്റ് ആയിരിക്കും. സ്കിൻ നല്ല ടൈറ്റ് ആകുന്ന വിധത്തിൽ പെട്ടെന്ന് കുഴച്ച് അപ്പോഴേ തന്നെ അപ്ലൈ ചെയ്യണം. ഒരു റബ്ബറൈസ്ഡ് മാസ്കാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല കട്ടിയിൽ കുഴച്ചിടുക. ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്ത ശേഷം ഒരു റബ്ബർ പോലെ ഇരിക്കും. ഇത് പതുക്കെ ഇളക്കി മാറ്റുക. സ്കിൻ നല്ല ടൈറ്റായി റിങ്കിൾസ് എല്ലാം മാറുന്നതായിട്ട് കാണാൻ കഴിയും. ഏജിങ് സയൻസ് കുറച്ചുകൂടെ നമുക്ക് കുറച്ചുകൂടെ ലേറ്റ് ആക്കാൻ പറ്റും. കാരണം ഇപ്പോൾ 30 വയസ്സിൽ കാണുന്ന ലൈൻസ് നമുക്കൊരു 40 വയസ്സിലോട്ട് മാറ്റാൻ പറ്റും. കംപ്ലീറ്റ് ഇല്ലാതാക്കാൻ പറ്റില്ല. അതിൻ്റെ ആ ഒരു ഏജിങ് സയൻസിനെ കുറച്ച് കൊണ്ടുവരാൻ കഴിയും. മാസ്ക് നന്നായിട്ട് ഉണങ്ങി ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നതെന്ന് നോക്കാം. വളരെ സാവകാശം ഇളക്കിയെടുക്കുക. കംപ്ലീറ്റ് ഒരു റബ്ബർ പോലെ ഇരിക്കും. ഇങ്ങനെ ഇളക്കിയെടുക്കുക. നല്ല ഡ്രൈ സ്കിന്നിനും പറ്റിയൊരു നല്ലൊരു ഫേഷ്യലാണത്. എക്സസ് ഉള്ളത് തുടച്ചു മാറ്റുക. ഡേ ക്രീമുണ്ട് ഫൈനൽ. അത് മസാജ് ചെയ്ത ശേഷം അതൊരു 24 hours സോപ്പ് യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ സാധാരണ ഫേസിൽ അങ്ങനെ സോപ്പ് യൂസ് ചെയ്യരുത്. മൈൽഡായിട്ടുള്ള ഫേസ് വാഷ് വേണം യൂസ് ചെയ്യാൻ ഡെയിലി യൂസിന്. ഇത് ഈ ഫേഷ്യൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ 24 hours സോപ്പ് ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. മുഖം കഴുകണമെന്നുണ്ടെങ്കിൽ പ്ലെയിൻ വാട്ടർ വെച്ച് മാത്രം ഒന്ന് കഴുകുക. ഒരു 20 ദിവസം കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഫേഷ്യൽ കൂടെ ചെയ്യാം. അങ്ങനെ ഒരു 6 സിറ്റിങ്സ്, എത്ര തിക്കായിട്ടുള്ള റിങ്കിൾസ് ഉണ്ടെങ്കിലും ഒരു 6 സിറ്റിങ്സ് കഴിയുമ്പോൾ നല്ല റിസൾട്ട് കാണാവുന്നതാണ്. ഇതിൻ്റെ കൂടെ ഹോം കെയറും കൂടെ ചെയ്യേണ്ടതാണ്.